ലാമിനെ കൊണ്ടാക്കി തിരിച്ചു വരുന്നൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു നോക്കിട്ടോ. ഈ വീഡിയോ ഫുള്ള് കാണണേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ തുടക്കത്തിലൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ ആളുകളെയൊന്നും ഇപ്പോൾ കാണാറില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരിന്നിപ്പോൾ കാണില്ല. അപ്പോൾ അവരോടൊക്കെ ഒരു അപേക്ഷയാണ്, എൻ്റെ വീഡിയോസൊക്കെ പഴയ പോലെ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മളൊരു കൂടപ്പിറപ്പായിട്ട് കൂടെ കൂട്ടണം. നിങ്ങളൊക്കെ നമ്മളെ ഒരു രക്ഷകരായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടും ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്നവരും ഹൈ ലെവൽ വീഡിയോസ് ചെയ്യുന്നവരും മാത്രമേ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. നമ്മളെപ്പോലുള്ള പാവങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെപ്പോലുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, സഹോദരന്മാരൊക്കെ ഉണ്ട്. അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓണെങ്കിലും ആക്കി വെക്കുക. അല്ലാതെ ഭയങ്കര ഫേമസ് ആയി അത്യാവശ്യം ഒരുപാട് ഹൈ ലെവലിൽ വീടും സ്ഥലവും സമ്പത്തൊക്കെ ഉള്ള ആളുകൾ ചളിയും പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവും. അവരെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യണേ, അവരെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള പാവപ്പെട്ടവരെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെയ്യാം, ഇൻഷാ അല്ലാ. നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ഞാൻ തന്നെ ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇന്ന് നമ്മളെ ലാമിക്കുട്ടിൻ്റെ സ്കൂളിൽ സ്പോർട്സ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആൾ കേട്ടോ. ഇന്ന് യൂണിഫോം എന്നല്ല, അത് എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് റിഹേഴ്സൽ നടത്തി നോക്കിയതാണ് കേട്ടത് ആൾ എങ്ങനെ ഓടുന്നു. അപ്പോൾ അത് പിച്ച വെച്ചാണ് ഓടി വരുന്നത് കേട്ടോ. അത്രയും ഓടിയപ്പോൾ അതിന് ശ്വാസം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശ്വാസം വലിയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ജലദോഷവും കഫക്കെട്ടൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ഡാൻസ് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല മൂഡിലാണ്. സാധാരണ ഞങ്ങൾ ഇത്രയും സന്തോഷത്തിലൊന്നും പോകലില്ല, കാരണം ഇഷ്ടമല്ല. സ്കൂളിൽ പോണത് അത്ര വലിയ ത്രില്ലുള്ള കാര്യമൊന്നുമല്ല. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, കാരണം ബാഗൊക്കെ തൂക്കി പിടിച്ചിട്ടുണ്ട്. ബാഗിലൊന്നും ഒന്നുമില്ല, സ്നാക്സും ലഞ്ചും വെള്ളവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ നല്ല ഹാപ്പിയിലാണ് പോണത്. ചില സമയത്ത് ഭയങ്കര ടെൻഷനാണ് ആൾക്ക് പോണത്, ഇഷ്ടമല്ല. ചില ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങനെയാണ് കേട്ടോ പോകാറുള്ളത്. അപ്പോൾ നമ്മൾ മുറ്റത്തേക്ക് വണ്ടി വരും, പക്ഷേ ഞാനിവിടെ മെറ്റലിട്ട കാരണം ഈ റോഡിൽ നമ്മൾ ഈ കുറച്ചുള്ള ഈ ഇടവഴിയിൽ മാത്രം മെറ്റലിട്ട കാരണം വണ്ടികൾക്കൊക്കെ വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി കോൺക്രീറ്റ് ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ. അപ്പോൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് മുന്നേ ഒരുങ്ങിയാണ്ട് ഇവിടേക്ക് ഈ റോട്ടിൽ കൂടെ നിന്ന് കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ വരെ വണ്ടി വരും. ഇനി നമ്മൾ ചെന്നിട്ടില്ലെങ്കിൽ വണ്ടിക്കാരൻ അങ്ങോട്ട് വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ പോയി ലാമിക്കുട്ടി. അപ്പോൾ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ലൈവും ചെയ്യണില്ല, വീഡിയോസും ചെയ്യണില്ല, മൊത്തത്തിലൊരു ചടപ്പാണ് കേട്ടോ. അപ്പോൾ ചാനൽ വെറുതെ നമുക്ക് മോണിറ്റൈസേഷൻ ആയ ചാനലായതുകൊണ്ട് നമുക്കൊരു വിഷമമാണല്ലോ. പിന്നെ നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഓരോന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് സാധാരണ വീഡിയോ എടുത്തതാണ് ഞാൻ, വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി ഒരു ലൈവ് ഇട്ടാലോ. അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട്, നമ്മളെ വീടിന് മുന്നേ തന്നെ ഒരു തോടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ മഴക്കാലം ഒന്നങ്ങോട്ട് ഒതുങ്ങിയപ്പോഴേക്കും ആ വെള്ളം ഫുള്ള് കാലിയായി. ഒന്നിലും കേട്ടോ ഇത്തിരി പോലും വെള്ളമില്ല. അപ്പോൾ ചെളി കെട്ടി കിടക്കുക കേട്ടോ, വെള്ളമല്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര അതിശയമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ലൈവ് ഇട്ടതാണ്. 2 മിനിറ്റ് ഇട്ടില്ല, അതിന് മുന്നേ തന്നെ ഞാൻ അവിടെ ഒരു സംഭവം കണ്ടു. കാരണം ഇത്രയും വെള്ളം ഒഴുകിപ്പോയിട്ട് എവിടെയാണോ താഴ്ച എന്നുണ്ടെങ്കിൽ ആ താഴ്ചയുള്ള സ്ഥലത്ത് മീനെല്ലാം ചെന്ന് അടയുമല്ലോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല, ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് സംഭവം എന്ന് അറിയുന്നില്ല. ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതാണ് പിന്നെ നമ്മളെ മുന്നിലെ തോടാണ്, എത്ര പെട്ടെന്ന് ആ വെള്ളം വറ്റിയത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ലൈവ് ഇട്ടിട്ട് അതിശയപ്പെട്ടിട്ട് ഓഫ് ചെയ്ത് പിന്നെ കട്ട് ചെയ്തു കേട്ടോ. കാരണം എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കാണുക. പറയണത് കേട്ടിട്ടുണ്ട്, തോട്ടിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വെള്ളം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് മീനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ വെള്ളം ഇത്രയും മീനുകളെ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. അപ്പം തന്നെ ഞാൻ തൊട്ടടുത്ത വീട്ടിലെ ഷിഫാനെ വിളിച്ചിട്ടോ. ഷിഫാനെ ഓടിവാടാ പറഞ്ഞപ്പോൾ അവനും വന്നപ്പോൾ ആകെ ഞെട്ടിട്ടോ, ഇതെന്താ സംഭവം എന്നും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ വെള്ളം ഇവിടെയാണ് ലാസ്റ്റ് വന്ന് അടഞ്ഞിട്ടുള്ളത്, കുറച്ച് വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം പോലും ഇല്ല. അതിലിപ്പോൾ ഉള്ള കുഞ്ഞു മക്കൾ മാത്രമേ ഉള്ളൂ, മുതിർന്നവരൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞു ഞാൻ അവനോട്. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കാനിട്ട് ഞാൻ അവനോട്, ഇതൊന്ന് നോക്ക് എത്ര വലുതാണ്, പാമ്പ് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവനും ഇത് ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു, അവന് വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ചെറിയ കുട്ടികൾ വന്ന് എത്തി നോക്കണുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇന്നലെ വൈകുന്നേരം കുറച്ച് ആൺകുട്ടികൾ വന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെറിയ വെള്ളത്തിൽ കുറച്ച് വെള്ളം ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ വറ്റി വന്നപ്പോൾ ചത്തതായിരിക്കും. അങ്ങനെ ആവാനാണ് സാധ്യത കേട്ടോ. പിന്നെ ഷിഫാനെ നിർബന്ധിച്ച്, എടാ എന്താ ചെയ്യുക, ജീവനുള്ളതിനോട് പൊറുക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തന്നതാണ് കേട്ടോ.
അവന് പേടിയുണ്ട്, എന്നാലും അവൻ ഇറങ്ങിയാണ്ട് എനിക്ക് കുറച്ച് മീനെ പൊറുക്കി തന്നു. ഇത്രയധികം മീൻ ഇവിടെ ചത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം, ഇന്നലെ വൈകുന്നേരം വരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്തിരി വെള്ളം ഉണ്ട്, അതിനിടയിൽ കുറച്ച് വെള്ളം കാണുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ, ഈ ചിലർ മുഷു എന്ന് പറയും, ചിലർ മുഴു എന്ന് പറയും, എന്തായാലും അങ്ങനെയുള്ളത്. പിന്നെ അതെന്താ വിരാലോ അങ്ങനെ എന്തോ ഒരു മീൻ, ആ മീനൊക്കെ പാമ്പ് പോലെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത അത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ തൊട്ടടുത്ത കുട്ടീനെ ഷിഫാനെ വിളിച്ചേടാ, ഒന്ന് ഓടിവാടാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തിയിട്ട് അവനെ കൊണ്ട് കുറച്ച് ജീവനുള്ളതൊക്കെ പെറുക്കാൻ പറഞ്ഞു കേട്ടോ. വെള്ളത്തിലോ എവിടെയെങ്കിലും വല്ല കുഴിയിലും കൊണ്ടുപോയിടാടാ, ഒന്ന് പൊറുക്ക്, ചത്തത് അവിടെ കിടക്കട്ടെ, മറ്റതൊക്കെ പൊറുക്കാൻ ഇവന് ഭയങ്കര പേടി. അപ്പോൾ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് വല്ല പേപ്പറും കടലാസൊക്കെ ഉണ്ടായില്ല, അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ അപ്പം ഒരു വടിയൊക്കെ കൊണ്ടുപോയി കുത്തിച്ചാരി വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. കാരണം കൈ കൊണ്ട് പെറുക്കാൻ പേടിയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള മീനാണ് കേട്ടോ. ഇതെന്താ മുഷു ഒക്കെ പറയണ മീനാണ്, അതിനെ കിട്ടണില്ല. അവന് കൈ കൊണ്ട് തൊടാനും പേടിയാണ് കേട്ടോ. കാരണം ഇവനത് ശീലമല്ല. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയുണ്ടല്ലോ, ചില കുട്ടികളില്ല പാടത്ത് കൂടെയൊക്കെ പോകും. അപ്പോൾ ഞാനൊരു കപ്പ് കൊടുത്തതാണ്, അതുകൊണ്ട് കോരിക്കോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 1-2 മീനുകളൊക്കെ ഞാൻ പൊക്കിയെടുത്തു കേട്ടോ. അവൻ പൊക്കിയെടുത്ത് ഈ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ അതിലേക്ക് തട്ടി. പിന്നെയും കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഒരുപാടുണ്ട്, നമ്മളെ ഒരു വിരലിൻ്റെയൊക്കെ അത്ര വലിപ്പമുള്ള കുറേ ഈ എന്താ പറയുക കൊട്ടിപ്പടഞ്ഞ ഓടുന്ന മീനിൻ്റെ അത് മുഴുവനെയാണ് തോന്നുന്നത്. അത് കണ്ടോ, ഈ മീനിൻ്റെ സാധനം അവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഇനിയുണ്ട് അവിടെ. അപ്പോൾ ഈ മീനുകൾ ഫുള്ള് ചത്ത് കിടന്നപ്പോൾ ഞാൻ അൻവർക്കാക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അൻവർക്ക് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പൊറുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ജീവനുള്ളത് ജീവിച്ചോട്ടെ, ഒരു കാര്യം ചെയ്യും, 2 ബക്കറ്റ് വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് വെക്ക്, എന്നിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ വന്നിട്ട് പൊറുക്കിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വലിയ മീൻ, പാമ്പ് പോലത്തെ മീനുണ്ട് ഇറങ്ങി. ഇപ്പോൾ പാമ്പ് തന്നെയാണോന്നും അറിയില്ല കേട്ടോ. അവൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചത്ത് കിടക്കുന്ന മീൻ കണ്ടോ, ആ മീനിൻ്റെ അതേ സെയിം സാധനം ആണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞു അതിനകത്ത് കുറേ മീനുകളുണ്ട്, കാരണം അവിടെ ആ മതിലിൻ്റെ അവിടെ വലിയൊരു ഹോളുണ്ട്, ആ ഹോളിൻ്റെ ഉള്ളിൽ ഇവൻ കോലിട്ട് കുത്തിയിട്ടൊക്കെയാണ് തോന്നണു. അത് പേടിച്ചിട്ട് അതിനകത്തൊരു ഹോളുണ്ട്, ആ ഹോളിൽ കുറച്ച് വെള്ളമുണ്ട്, അതിനകത്താണ് കേട്ടോ കംപ്ലീറ്റ്. കുറേ എണ്ണം ഇങ്ങനെ കൊട്ടിപ്പടഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ, ചവാറായി കിടക്കണേ. ആ എല്ലാ വെള്ളത്തിലാണ് ഇപ്പോൾ, എത്രത്തോളം വെള്ളമുണ്ടോ ആ വെള്ളത്തിലാണ് ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ നിൽക്കുന്നത് കേട്ടോ. വലുതിനൊന്നും അതിൽ മുങ്ങി നിൽക്കാനുള്ള ഗ്യാപ്പില്ലാത്ത കാരണം അതൊക്കെ ചത്തു. കാരണം അത് എപ്പോൾ എനിക്ക് തോന്നുന്നത് അധികം സമയമൊന്നും ആയിട്ടില്ല എന്നാണ്. പക്ഷേ നമ്മൾ കണ്ണുമുന്നിൽ അല്ലാത്തതുകൊണ്ട് നമുക്കത് എടുക്കാനും മടിയാണ്. കാരണം നമ്മൾ മുന്നിൽ നിന്ന് കണ്ടിട്ട് ചത്തിട്ട് തന്നെയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെപ്പോൾ ചത്തതാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അധികം സമയമൊന്നും ആയിട്ടില്ല. കാരണം വെച്ചാൽ അതിൽ വെള്ളം കണ്ടോ, പക്ഷേ അതൊക്കെ അവിടെ കിടക്കണം. ഇനി വല്ല മണ്ണും കൊണ്ട് ഇടേണ്ടി വരും. പക്ഷേ ജീവനുള്ളതിനെ മാത്രമാണ് ഇപ്പോൾ പൊറുക്കിയെടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അവന് പേടിയാണ് എടുക്കാൻ. എന്നാലും ഞാൻ പറഞ്ഞതുകൊണ്ട് ആൾ ഇറങ്ങിയെടുത്തതാണ് കേട്ടോ. പക്ഷെ അതിനകത്തൊക്കെ മീനുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൈയിടാനൊന്നും നമ്മൾ ധൈര്യത്തോടെ കൈയിടാൻ പറ്റില്ല, വല്ല പാമ്പുണ്ടെങ്കിലും അറിയില്ലല്ലോ. അപ്പോൾ ജീവനുള്ള കുഞ്ഞിനൊക്കെ തോണ്ടി എടുക്കുന്നുണ്ട്. ഭയങ്കര പേടിയാട്ടോ അവന്. അപ്പോൾ ഞാനും ഉള്ളതൊക്കെ എടുത്ത് പോകുന്നു. പിന്നെ അൻവർക്ക് പറഞ്ഞു അതിൽ 2 ബക്കറ്റ് വെള്ളം കൊണ്ട് വയ്ക്കുക. അപ്പോൾ ഉള്ള വെള്ളത്തിൽ ആ ഒരു നനവുണ്ടല്ലോ അവിടെ. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ അവിടെ ഉള്ളവരവിടെ നിന്നോട്ടെ, ബാക്കിയുള്ളവർ ഇനിയിപ്പോൾ 2 കൊട്ട് മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് ഇതാക്കണം, അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. പക്ഷെ ഇപ്പോൾ ഫ്രഷാണ്, ചത്തിട്ട് കുറച്ച് നേരമൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നണത് കേട്ടോ. നല്ലൊരു വെയിൽ പറിച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊരു വെയിലറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ വെള്ളം ഉള്ളതും പോയി, ബാക്കിയുള്ളവരും കൂടി ചാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഞാനൊരു ബക്കറ്റ് വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പാവം എൻ്റെ ഷിഫാന് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. എനിക്കെന്താണെന്ന് അറിയില്ല, എടാ ഒക്കെ ചത്തു, ഞാൻ ചാവാത്തീനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാലോ, നമുക്ക് ഏതെങ്കിലും ബക്കറ്റിലേലും കൊണ്ടുപോയിടാ ഒന്ന് പൊറുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവന് പേടിയാണ്. പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല. പിന്നെ അവൻ ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ ഇറങ്ങി എടുത്തോളാം കേട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇറങ്ങി എടുക്കുമെന്നും പറഞ്ഞ് ഞാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ട് വന്നതാട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2-3 അവനിപ്പോൾ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവന് പേടിയാവുകയാണ്. കാരണം നല്ല കുഞ്ഞു മക്കൾ കുറേ ഉണ്ട്, ഈ മുഴുവൻ്റെ കുഞ്ഞു കണ്ടോ, ഈ വലിപ്പമുള്ളത് കുറേ ഉണ്ട്. 1-2 ചത്തു കേട്ടോ, നമ്മൾ പൊറുക്കിട്ടതിന് ശേഷം ചത്തതും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ പേടിയില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറേ മീനുകളെ നമുക്ക് ജീവനോടെ എടുക്കാമായിരുന്നു. എന്നിട്ട് വേറെ വെള്ളം എല്ലാം എടുത്ത് കൊണ്ടുപോയി ഇട്ടാലും കുഴപ്പമില്ലല്ലോ. ഇത് അവിടെ കിടന്നിട്ട് നമ്മളെ കണ്ണു മുന്നിൽ കിടന്നിട്ട് ഒരു ജീവനുള്ള ജന്തു ചാവുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. നമ്മളൊരിക്കലും ഇങ്ങനെ ഇവിടെ അങ്ങനെ മീൻ കെട്ടിക്കിടക്കുന്ന ആ ഒരു ചിന്ത നമുക്കും ഇല്ല. കാരണം ഇന്നലെ സംഭവിച്ചാണത്, ഇന്നലെ വൈകുന്നേരത്തിന് ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മളെ മുറ്റത്ത് ഇവിടെ മുറ്റത്ത് തന്നെയാണ് ഈ തോട്, നല്ല വെള്ളം ഒഴുകി പോണ തോടാണ്. ആ സമയത്ത് ഇതിൽ മീനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നമ്മളത്ര കാര്യമാക്കൂല. പിന്നെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒട്ടും മഴയല്ലല്ലോ, അപ്പോൾ ഉള്ളതങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ മൊത്തം വറ്റിയിട്ടോ. ഇതിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചുറ്റി കിടക്കും. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അവിടെ ഇങ്ങനെ ഒരു കുഴി ഉണ്ടെന്നും ആ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുക അങ്ങനെ നിൽക്കുന്നറിയാം. പക്ഷേ ഇവിടെ ഈ പരിസരത്തുണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പുറത്ത് താഴെ ഇതൊക്കെ വീടിൻ്റെ മുന്നിലൊക്കെ ആരൊക്കെയോ അങ്ങനെ ബണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ മീൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കേണ്ടി ഞാൻ. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ പുല്ലൊക്കെ മുളച്ചത് നല്ലൊരു അത്യാവശ്യം ആഴമുള്ളൊരു സൈസ് തോടാണ് കേട്ടത്.
ഞാൻ ലാമിനി എമ്മിക്കുട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കൂട്ടോ. കാരണം വെച്ചാൽ ഇതിക്ക് വീണാൽ ഒഴുകി പോയാലെന്ന് പോലും നമ്മളറിയില്ല. കാരണം അത്യാവശ്യം വീതിയുണ്ട്, ആഴമുള്ള തോടാണ് കേട്ടോ. എന്തായിട്ടെന്താ ആ മീനുകളെ നമുക്ക് എടുക്കാനുള്ള വിധി ഉണ്ടായില്ല. ഇപ്പോൾ അൻവർക്ക് മോനും ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതിനെ മൊത്തം പൊറുക്കി എടുക്കാമായിരുന്നു കേട്ടോ. പക്ഷേ ആരും ഇല്ലാത്ത കാരണം ഇപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ. പിന്നെ ഷിഫാനും ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഷിഫാനെ ഇപ്പം വിളിച്ച് വരുത്തി, അവൻ ഫുഡ് കഴിക്കായിരുന്നു. അവിടെ നിന്നൊക്കെ ഒന്ന് ഓടിവാടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ ഈച്ച വരൽ തുടങ്ങി കേട്ടോ, കുറേ നേരമായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല, ഇപ്പോൾ ഉള്ളതും കൂടി ചത്തിട്ടുണ്ടാവും. ഞങ്ങൾ നേരത്തെ നോക്കിയപ്പോൾ ചാവാത്തവരൊക്കെ ഇപ്പോൾ ചത്തിട്ടുണ്ടാവും. പിന്നെ അൻവർക്ക് പറഞ്ഞ പോലെ ചാവാത്തോർ ജീവിച്ചിരുന്നോട്ടെ, അപ്പോൾ അതിലൊരു കുഴി ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ചാവാത്തോൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കാരണം നല്ല വലിയ ഈ ഇപ്പം ചത്ത് കിടക്കണ ഉണ്ടല്ലോ വിരാല് എന്നൊക്കെ പറഞ്ഞാൽ, ആ മീനിൻ്റെ അതേ സെയിം സാധനങ്ങൾ അതിൻ്റെ ആ ഇതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ജീവനോടെ പൊറുക്കിയത്. ഷിഫാന് പേടിച്ച് പൊറുക്കി തന്ന സാധനം കേട്ടോ. അത് ലാമിക്ക് കാണിയെങ്കിലും ചെയ്യാമല്ലോ. 2 എണ്ണപ്പല് ചത്തു കേട്ടോ, ചാവണുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ കൊട്ടിപ്പടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ചാവണുണ്ട്. എന്തായാലും അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ലാമി ഒന്ന് ജീവനോടെ കാണുകയും ചെയ്തോട്ടെ. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിശേഷമായിരുന്നു കേട്ടോ, മീനുകളെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ വീട്ടിലൊരു അംഗമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം. പഴയ പോലെ തന്നെ എൻ്റെ കൂടെ പഴയ പോലെ തന്നെ ഉണ്ടാവണം കേട്ടോ. കുറേ ഞാൻ ഉഴപ്പി എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതുപോലെ ഇനി ആവരുത്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്കൊക്കെ മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അസ്സലാമു അലൈക്കും.